ഹായ് ഓൾ. സോ നമുക്ക് ഹാലോങ് ബേയിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാലോ. സോ ഞങ്ങളുടെ 4th ഡേ ആയിരുന്നു വിയറ്റ്നാമിൽ. സോ വി വെൻ ഫോർ എ ഹാലോങ് ബേ ട്രിപ്പ്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാനത് ക്ലൂക്കിലാണ് ബുക്ക് ചെയ്തിട്ട് പോയത്. സോ വി ഹാഡ് ആ പിക്കപ്പ് ഡൺ ബൈ 7:15 ഫ്രം ദ ഹോട്ടൽ. ആൻഡ് അവിടെ നിന്ന് പിന്നെ 2.5 hours ജേർണി ആയിരുന്നു. സോ വൺസ് വി റീച്ച് ദ ക്രൂസ്, അവിടെ ടുങ് ചോ ഹാർബറിൽ നമ്മൾ അവിടെ നിന്ന് ക്രൂസിലോട്ട് കയറ്റുമായിരുന്നു. So the cruise which we got was കോസി ഇൻഡി ചൈന ക്രൂസ് അതായിരുന്നു. അപ്പോൾ നമ്മൾ ക്രൂസിലൊക്കെ കയറി പിന്നെ കുറച്ച് നേരം നമ്മൾ ഫോട്ടോസും വ്യൂസും ഒക്കെ എല്ലാം എൻജോയ് ചെയ്തപ്പോൾ ലഞ്ച് അവർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ ബൊഫേ ലഞ്ച്. അപ്പോൾ നമ്മൾ ആ ബൊഫേ ലഞ്ചൊക്കെ എൻജോയ് ചെയ്ത് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസും കുറേ ഇതൊക്കെ റെസ്റ്റ് ചെയ്തിട്ട്, ബിക്കോസ് രാവിലെ ഇറങ്ങിയോണ്ട് അവിടെ ഞങ്ങൾ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. അടിപൊളി സീനിക് ആയിരുന്നു. ബിക്കോസ് യു ആർ ഇൻ ദ ക്രൂസ് ആൻഡ് ലൈക്ക് താഴെ നമുക്കിത് ചെയ്യാം, മുകളിൽ നമുക്ക് പോയിട്ട് കംപ്ലീറ്റ് വ്യൂ നോക്കാം, ഫോട്ടോസ് എടുക്കാം. ആൻഡ് മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. ഇത് ഞാനും എൻ്റെ കൊച്ചുമാണ്. പിന്നെ മമ്മിയുടെ കുറേ ഫോട്ടോസ് എടുത്തു. സോ കുറേ നമുക്ക് കഴിയുമ്പോൾ ദെൻ ദ ഫസ്റ്റ് സ്റ്റോപ്പ് വാസ് ഇൻ സുങ് സോട്ട് ക്യാൻ കേവിലായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ദേ ടോൾഡ് ദ ടൂർ ഗൈഡ് ടോൾഡേഴ്സ്, ബിക്കോസ് ഇതിൽ നമ്മൾ ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് ഇനിയൊരു സൈഡിൽ കൂടെ ആയിരിക്കും ഇറങ്ങുന്നത്. ആൻഡ് ഇറ്റ് ഹാഡ് ഓൾമോസ്റ്റ് 100+ സ്റ്റെപ്സ്. അപ്പോൾ നമ്മളിങ്ങനെ കയറുന്നത് തന്നെ മുകളിലോട്ട് കയറുന്ന ഒരിതിൽ. സോ ദേ ടോൾഡ് ഇൻ കേസ് ഇഫ് എ പേഴ്സൺ ഇസ് ലൈക്ക് എന്തെങ്കിലും ഹാർട്ട് പെയിനോ ഇല്ലെങ്കിൽ ലൈക്ക് ലെഗ് പെയിൻ, ദേ ഹാവ് ലൈക്ക് ഓൾഡ് ആണ് ആൻഡ് ഇഫ് ദേ ഹാവ് സം ഇഷ്യൂസ് ബ്രീതിങ് ആൻഡ് ഓൾ, അപ്പോൾ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ കുഡ് ഹാവ് സ്റ്റേഡ് ഇൻ ദ ക്രൂസ് ഇറ്റ്സെൽഫ്. അങ്ങനെ എൻ്റെ മമ്മി വന്നില്ലായിരുന്നു, ഞാനും കൊച്ചും മാത്രമാണ്. ഇഫ് യു സീ ഇറ്റ് ഇസ് റിയലി നൈസ്. ഇതൊരു മാൻ മെയ്ഡ് കേവ് ഒന്നുമല്ല, ഇറ്റ് ഇസ് നാച്ചുറലി ദിസ് വേ. ആൻഡ് അവർ ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്ത്, ബിക്കോസ് വൺസ് യു എൻറ്റർ ഒരു സൈഡിൽ കൂടെ പോയാൽ ദി അതർ സൈഡ് യു ഹാവ് ടു ഗെറ്റ് ഡൗൺ. ആൻഡ് അകത്ത് കുറേ നടക്കാനുണ്ട്. സോ യു ക്യാൻ സീ ഹൗ ലൈക്ക് ദ വേസ് ആർ റിയലി നാരോ ആൻഡ് ചെറിയ പടി, ചെറിയ വേസ് ആണ്. സോ ഇറ്റ് വാസ് റിയലി നൈസ് ആൻഡ് ലൈറ്റ്നിങ്. ആൻഡ് ആ ചേമ്പേഴ്സിൽ നമ്മൾ നോക്കുമ്പോഴും പിന്നെ കുറേ കളർഫുൾ ഇതൊക്കെ ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ഓൾസോ ഹാഡ് എ ഫോട്ടോ ബൂത്ത് കൈൻഡ് ഓഫ് എ തിങ്. അപ്പോൾ നടുക്കൊരു സ്ഥലത്ത് നിന്ന് അവർ നമ്മളെ ഫോട്ടോസൊക്കെ എടുപ്പിക്കും. ആൻഡ് വൺസ് യു ആർ ഔട്ട് സൈഡ്, ലൈക്ക് നമ്മൾ പുറത്ത് വരാറാകുമ്പോഴത്തേക്ക് അവർ നമുക്കൊരു ഫോട്ടോ ഫ്രെയിം തരും. ദാറ്റ് കോസ്റ്റ് ഓൾമോസ്റ്റ് 100 VND. ആൻഡ് ഇൻ കേസ് ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ് യു ക്യാൻ സ്റ്റിൽ നോട്ട് ബൈ ഇറ്റ്, ബട്ട് യു വിൽ ഗെറ്റ് എ ഫ്രീ കീ ചെയിൻ. 2 കീ ചെയിൻ തന്നായിരുന്നു ഞങ്ങൾക്ക്. ചെറിയ ആ ഫോട്ടോസ് എടുത്ത് ആ ഫ്രെയിമിൻ്റെ വെച്ചിട്ട് 2 കീ ചെയിൻ എനിക്കും എൻ്റെ മോൾക്കും കിട്ടിയായിരുന്നു വിത്ത് ആ ഫോട്ടോസ്. ദാറ്റ് വാസ് വെരി ക്യൂട്ട്. സോ വൺസ് നിങ്ങൾ ഇതെല്ലാം കാണാൻ തന്നെ ഓൾമോസ്റ്റ് 30 to 40 minutes എടുക്കും. ബിക്കോസ് ലൈക്ക് വൺസ് നിങ്ങളത് പോയി അകത്തുനിന്ന് കുറേ നടക്കണം. സോ വാട്ട് ഐ മെയ്ഡ് മൈ ഡോട്ടർ ഡു ഇസ് ലൈക്ക് അവൾ കയറിയപ്പോൾ ഷീ വാസ് കൗണ്ടിങ് 1 to 100 അങ്ങനെ അതിപ്പോൾ. സോ ഐ ഹാഡ് ടു ഡു ലൈക്ക് ഓക്കെ 100 കഴിഞ്ഞു, ദെൻ അഗൈൻ സ്റ്റാർട്ട് ഫ്രം 1. അങ്ങനെ കുറേ അവൾ കൗണ്ട് ചെയ്ത് പിന്നെ മേക്കിംഗ് ഹർ സീ ഓൾ ദോസ് തിങ്സ്. ചില സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ ടച്ചൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുമായിരുന്നു. സോ അങ്ങനെ അതൊക്കെ ചെയ്തിട്ടാണ് ഐ മെയ്ഡ് ഹർ ഗോ. സോ അത് നല്ല രസമുണ്ടായിരുന്നു. ഇറ്റ്സ് സംതിങ് ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു മിസ് ഇതിൽ അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് സം ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് യു ആർ എ പേഴ്സൺ ഹു കനോട്ട് വാക്ക് സോ മച്ച്. ബിക്കോസ് ഇതിൻ്റെ അകത്ത് കുറച്ച് നിങ്ങൾക്ക് ലൈക്ക് വിത്ത് ദ എയർ ആൻഡ് എവറിത്തിങ് കുറച്ചൊരു ഇതുണ്ടാവും. ബട്ട് ഭയങ്കരമല്ല, കുറച്ചൊരു ഇതുണ്ടാകും. ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ വൺസ് നിങ്ങളത് ഇത് ചെയ്തിട്ട് വൺസ് യുവർ നമ്മൾ ഇറങ്ങാനായിട്ട് പോകത്തില്ലേ, അപ്പോൾ അവിടുന്ന് കിട്ടുന്ന വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. ലൈക്ക് ഹാലോങ് ബേയുടെ ആ ഒരു സൈഡിൻ്റെ ഇത് നമുക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റും. സോ ഇതാണ് ആ വ്യൂ. ലൈക്ക് നമുക്ക് മേളിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നുണ്ട്, ആ മേളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല അടിപൊളി രസമാണ് അത് കാണാൻ. സോ വൺസ് അത് നമ്മൾ എക്സിറ്റ് ചെയ്ത് പിന്നെ തിരിച്ച് നമ്മൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ദ ക്രൂസ് വിൽ ബി ഹോൾട്ടഡ് ഇൻ 1 place. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് ബോർഡ് ചെയ്യാം ക്രൂസ്. അപ്പം ഞങ്ങൾ അതുപോലെയായിരുന്നു. നമ്മളിത് കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴെ ഇറങ്ങി ക്രൂസ് ബോർഡ് ചെയ്തതിന് ശേഷം ഫ്രം ദെയർ ദെൻ ദേ ടുക്ക് us ടു ലോൺ കേവ്. അതിൽ നിന്ന് തിരിച്ച് ക്രൂസ് ചെയ്യുന്ന ദെൻ യു ക്യാൻ മേ ബി ചൂസ് കയാക്കിംഗ് ഓർ യു ക്യാൻ ചൂസ് എ ബാംബൂ ബോട്ട്. സോ what we chose was a bamboo boat. അപ്പോൾ അതിലാകുമ്പോൾ you have a person who will row you to the complete this thing. ഇതും almost 20 to 30 minutes റൈഡാണ്.
സോ ഇതിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ തന്നെ ക്രൂസിലുണ്ടായിരുന്നു 12 to 15 പീപ്പിൾ സംതിങ് അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്നു. അതിൽ നല്ല രസമായിരുന്നു. ലൈക്ക് ബിക്കോസ് അതിലും അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിൽ ടേക്ക് യു അറൗണ്ട് ദാറ്റ് ഹാലോങ് ബേഡ്. അതിൽ അണ്ടർ ദ കേവ് ഒക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ വി ക്യാൻ ടച്ച് ദാറ്റ് ആൻഡ് ഓൾ. അത്രയ്ക്ക് താഴെയാണ് അത് ഉള്ളത്. ആ ഗ്യാപ്പിൽ കൂടെ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു ത്രില്ലിങ് ഇതാണ്, എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം ആകുമ്പോൾ നല്ല രസമായിരിക്കും നമുക്കങ്ങനെ ഇത് ചെയ്യാനൊക്കെ. സോ ഒന്നി കാക്കിങ് എടുക്കാം ഇൻ കേസ് ഇഫ് യു ഫീൽ ലൈക്ക് യു ക്യാൻ റോ യുവർ സെൽഫ് ആൻഡ് ഡു ഇറ്റ്. ഇല്ലെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മച്ച് മോർ ഈസിയർ. ആൻഡ് വൺ മോർ ഓപ്ഷൻ ഇഫ് യു വോണ്ട് ടു പേ ആൻഡ് ദെൻ യൂസ് ഇറ്റ്, സ്പീഡ് ബോട്ട്സും അവൈലബിൾ ആയിരുന്നു. ബട്ട് അത് ക്രൂസിൻ്റെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല. ബട്ട് യു ഹാവ് ടു പേ എക്സ്ട്രാ. ആൻഡ് സ്പീഡ് ബോട്ടിലാവുമ്പോൾ യു ജസ്റ്റ് ലൈക്ക് അത് ഫുൾ കറങ്ങി അങ്ങനെ ഇത് ചെയ്ത് കാണാൻ പറ്റുന്ന പോലെ ആയിരുന്നു. ബട്ട് ദിസ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് ആൻ എക്സ്പീരിയൻസ്. ലൈക്ക് നല്ല രസമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ ഇത് ചെയ്ത് ഫോട്ടോസിനും വീഡിയോസിനും. ആൻഡ് ദ പേഴ്സൺ ഹു റോസ് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തരും. ആൻഡ് ഹീ വിൽ എക്സ്പ്ലെയിൻ ടു യു ഇത് എന്താണ് ഓരോ ചെറിയ കേവിൻ്റെ ഇതിനും. ഹീ വിൽ സേ എ നെയിം, ലൈക്ക് ഇതിന് ഇതാണ് പേര് പറയുന്നത്, ഇത് എത്ര മീറ്ററോളം ഉണ്ട്, ലൈക്ക് നമ്മൾ ആ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരുന്നവരെ എത്ര ഇതുണ്ടെന്നുള്ളതൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. സോ ദിസ് വാസ് ദാറ്റ് സെക്കൻഡ് സ്റ്റോപ്പ് നമ്മുടേത് ലോൺ കേവിൽ. ഇതിൽ ലഗൂൺസൊക്കെ നമ്മൾ കണ്ട്. സോ ഫോട്ടോസൊക്കെ എടുത്ത് തന്നതാണിത്. ആൻഡ് വി വർ റിയലി ഹാപ്പി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇത് കഴിഞ്ഞിട്ട് ദ തേർഡ് സ്റ്റോപ്പ് ആഫ്റ്റർ ദാറ്റ് വാസ് ഓൺ ദ ടീ ടോപ്പ് ഐലൻഡ്. സോ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ക്രൂസിൽ നമ്മൾ കയറ്റിയിട്ട് യു ഗോ ടു ദ ടീ ടോപ്പ് ഐലൻഡ്. സോ അവിടെയും വാട്ട് യു ഹാവ് ദി ഓപ്ഷൻ ഇസ് ലൈക്ക് ഒന്നി നമുക്ക് അവിടുത്തെ ആ ടീ ടോപ്പ് ഐലൻഡിൽ ഒരു മൗണ്ടൻ പോലെ ഉണ്ട്, അതിൽ നമുക്ക് വേണമെങ്കിൽ കയറാം. ഓർ യു ക്യാൻ ജസ്റ്റ് ഗോ ടു ദ ബീച്ച് ആൻഡ് എൻജോയ് ഇൻ ദ സാൻഡി ബീച്ച്. സോ നമ്മളവിടെ ടീ ടോപ്പ് ഐലൻഡിൽ പോയിട്ട് വി ഡിഡ് നോട്ട് അഗൈൻ ക്ലൈംബ് ദ മൗണ്ടൻ. ലൈക്ക് മേളിൽ ഞങ്ങൾ പോയില്ല. വി ജസ്റ്റ് എൻജോയ്ഡ് ഇൻ ദ ബീച്ച്. എൻ്റെ ചൈൽഡ് ഇസ് എ ബീച്ച് ബേബി. അവളൊക്കെ ബീച്ച് ആൻഡ് വാട്ടർ, സ്വിമ്മിംഗ് പൂൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദെൻ ഷീ ജസ്റ്റ് വാണ്ട്സ് ടു ബി ദെയർ. സോ അവളെ കുറച്ചുകൂടി ഇത് ചെയ്യാനായിട്ട് ഐ ടോൾഡ് യു ക്യാൻ പിക്കപ്പ് സം ഷെൽസ്. അപ്പോൾ അത് പിക്കപ്പ് ചെയ്യാനായിട്ട് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഐ ടോൾഡ് ലൈക്ക് നമ്മളത് കൊണ്ടുപോയിട്ട് നിൻ്റെ ഈ ട്രിപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക് ഹോം എന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെ അത് തന്നെ ചെയ്യുമായിരുന്നു. So that's her picking up her favorite shells from the water. And she was very excited. Adina, she came and just gave us. So after this, then we again boarded the cruise and bus in ഞങ്ങൾ ഓൾമോസ്റ്റ് 5:40 അങ്ങനെ ആയപ്പോഴത്തേക്ക് ബസ്സിൽ ഇത് ചെയ്തു. And again cruiseൽ then we had a tea party or something. ബസ്സിൽ നിന്ന് then to the room again almost 2.5 hours ഒക്കെ എടുത്തു. So this was our Halong Bay trip and it was really nice. So because we booked it earlier, ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ടായിരുന്നു. But you have an option that നിങ്ങൾ അവിടെ പോയിട്ടും ചെയ്യാം. ലോക്കൽ ടൂറിസമിൽ കുറേ ഉണ്ട് അവിടെ.